കണ്ടത്ത് പത്മനാഭനെടുത്ത നിലപാട് അതുപോലെ തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറി പറയുന്നത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന കാര്യങ്ങളെല്ലാം അത് ഈ അയ്യപ്പ സംഗമം ശബരിമല വിഷയം മാത്രം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ന് കരുതാമോ? അത് അമൃത, നമ്മൾ നോക്കിക്കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം NSSന്റെ ഒരു പഴയ നിലപാടുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അദ്ദേഹം വോട്ട് ചെയ്ത്, സുകുമാരൻ നായർ വോട്ട് ചെയ്ത് തിരികെ മകളുമായിട്ട് പുറത്തേക്ക് വരുന്ന ഒരു ദൃശ്യം നമുക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം മാധ്യമങ്ങൾ ചില ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞത് അയ്യപ്പ ഭക്തർ അവർ കടുത്ത വേദനയിലാണ്, അവർ തൃപ്തരല്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി ഇടത് സർക്കാരിനെതിരെ വോട്ട് ചെയ്യണമെന്ന പരസ്യമായ പ്രഖ്യാപനം NSSന്റെ ജനറൽ സെക്രട്ടറി അന്ന് നടത്തുകയുണ്ടായി. അതിനുശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബത്തോടുകൂടി അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും എല്ലാവരും കൂടെ ചേർന്നിട്ട് അദ്ദേഹം നടന്നു വന്ന് വോട്ട് ചെയ്യുന്നത്. വോട്ട് ചെയ്തതിനു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഈ വിഷയത്തെക്കുറിച്ച് അന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്. കാരണം ഒരു കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആൾ ഇടത് സർക്കാരിന് വോട്ട് ചെയ്യരുത് എന്ന് പരോക്ഷമായി പറഞ്ഞു വെച്ചതിനോടുള്ള അദ്ദേഹത്തിനോടുള്ള പ്രതികരണം, മുഖ്യമന്ത്രിയുടെ പ്രതികരണം ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് അയ്യപ്പൻ മാത്രമല്ല സർവ്വചരാചരങ്ങളും ഇടതുമുന്നണിക്കൊപ്പമാണ് എന്ന വാചകം പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെ നേരിട്ടത്. പിന്നീട് 99 സീറ്റോടുകൂടി അധികാരത്തിലേക്ക് വരുന്നു. 2016 മുതൽ ഈ സമയം വരെ ഏതാണ്ട് ഒരു 9 വർഷം ആകുന്നു. സുകുമാരൻ നായർ മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ വലിയ സ്വരച്ചേർച്ചയിലൊന്നും ആയിരുന്നില്ല. നാട്ടകം ഗസ്റ്റ് ഹൗസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ വേണ്ടി ഗസ്റ്റ് ഹൗസിന്റെ വാതുക്കലിരിക്കുന്ന സുകുമാരൻ നായരുടെ ദൃശ്യങ്ങൾ പിന്നീട് പുറത്തു വന്നിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇത് എവിടെ വെച്ചാണ് ഇതിന്റെ ഒരു പ്രശ്ന പരിഹാരം തുടങ്ങുന്നത് എന്ന് ചോദിച്ചാൽ സുകുമാരൻ നായരെ കാണാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് പോയി കണ്ടു എന്നുള്ളതാണ്. അതിനുശേഷം നിരന്തരമായിട്ട് മുഖ്യമന്ത്രി വിളിക്കുമായിരുന്നു എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പിന്നീട് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാർ എടുത്ത നിലപാടിനൊപ്പം NSS ചേരുകയാണ്. അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് എടുത്ത നിലപാടിനൊപ്പം ചേരുകയാണ്. സ്ത്രീ പ്രവേശന വിഷയത്തിലെ പഴയ നിലപാട് മാറ്റാമെന്ന് ദേവസ്വം പ്രസിഡന്റ് പറയുന്നു. കേസുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് വേഗത്തിൽ പിൻവലിക്കാമെന്ന നിലപാട് അദ്ദേഹത്തെ അറിയിച്ചതായിട്ട്, സംസ്ഥാന സർക്കാർ തന്നെ അറിയിച്ചതായിട്ട് ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ പഴയ സുകുമാരൻ നായരിൽ നിന്ന് പുതിയ സുകുമാരൻ നായരിലേക്ക് വരികയും ആ പ്രശ്നപരിഹാരം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ രാഷ്ട്രീയ കൗതുകം. കേരളത്തിലെ ഏറ്റവും പ്രബലമായ 2 സംഘടനകൾ, ഒന്ന് SNDP, ഒന്ന് NSS, ഈ 2 സംഘടനകളും ഇടത് സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വരുന്നു എന്നുള്ളത് അത് UDFനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, BJPയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇന്നലെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് വാർത്താ സമ്മേളനത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ പോലും 3ാം ഭരണത്തിന് NSSന്റെ പിന്തുണ ഗുണകരമാവുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി അതിനെന്താണ് സംശയം എന്ന് ചോദിച്ചുകൊണ്ടാണ് ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. NSSന്റെ ജനറൽ സെക്രട്ടറിയെ വേദനിപ്പിക്കാൻ വേണ്ടി എവിടെയും CPMന്റെയോ ഇടതുമുന്നണി നേതാക്കളെയോ തയ്യാറാകുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അല്പസമയം മുമ്പ് ബിനോയ് വിശ്വ മാധ്യമങ്ങളെ കണ്ടപ്പോഴും NSSനെ പുകഴ്ത്തിക്കൊണ്ടാണ് അദ്ദേഹവും സംസാരിച്ചത്. അപ്പോൾ NSSന്റെ ആ നിലപാട് മാറ്റത്തെ ഇടതുമുന്നണി ആകെ സ്വാഗതം ചെയ്യുന്നു എന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ട് NSSന്റെ ജനറൽ സെക്രട്ടറി ആ നിലപാടിൽ നിന്ന് മാറിയെന്ന് ചോദിച്ചാൽ പലതരത്തിലുള്ള കാരണങ്ങൾ അതിനകത്ത് ഉണ്ടായേക്കാം. ശബരിമല മാത്രമാണോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ശബരിമല മാത്രമായിരിക്കില്ല എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ നമുക്ക് പറയുകയും ചെയ്യാം. പക്ഷേ അവർ തമ്മിലുണ്ടായിരുന്ന ഒരു പ്രശ്നമുണ്ട്. അവർ നേരിട്ട് കണ്ടാൽ സംസാരിക്കാത്ത, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ഉള്ള ആ പ്രശ്നമുണ്ട്. അത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയും NSSന്റെ ജനറൽ സെക്രട്ടറിയും തമ്മിൽ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായ ഒരു വാചകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്നലെ ഒരു മാധ്യമത്തിന് സുകുമാരൻ നായർ നൽകിയ അഭിമുഖത്തിൽ ഒരു വാചകം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യം മുഖ്യമന്ത്രിയുമായി നല്ല ബന്ധത്തിലാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, നല്ല ബന്ധത്തിലാണ്, വിളിക്കാറുണ്ട് എന്ന വാചകം അദ്ദേഹം മറുപടിയായി പറയുന്നു. കോൺഗ്രസ് നേതാക്കന്മാരുമായി നല്ല ബന്ധത്തിലല്ലേ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അതിന് അദ്ദേഹം പറയുന്ന മറുപടി ഇല്ല, അങ്ങനെ ഒരു നല്ല ബന്ധത്തിലല്ല, അവർ നേരത്തെ ഇവിടെ നിരന്തരമായി വരുമായിരുന്നു, ഇപ്പോൾ ആരും വരാറില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം അവസാനിപ്പിക്കുന്നത്. അതിൽ തന്നെ എല്ലാം ഉണ്ട്. പഴയ പോലെയല്ല കോൺഗ്രസുമായിട്ട് NSSന്റെ ബന്ധം എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ആ മറുപടി പോലും. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി 10-70 ദിവസം, ഒക്ടോബർ മാസം അവസാനത്തോടു കൂടിയോ നവംബർ മാസം ആദ്യത്തോടു കൂടിയോ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. ഡിസംബർ പകുതിയോടുകൂടി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരികയും ചെയ്യും.